സർ വി എസ് വിടവാങ്ങുമ്പോൾ ജനലക്ഷങ്ങളാണ് അദ്ദേഹത്തിനെ പിന്തുടർന്ന്, അതായത് തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെ, ഇപ്പോൾ കൊല്ലമൊക്കെ കടന്നു. ഇപ്പോഴും വി എസിൻ്റെ ആ ഒരു പുറകെ തന്നെ ജനം ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. പക്ഷേ ഇതിൽ ചില വിവാദങ്ങളും വരുന്നുണ്ട്, വിമർശനങ്ങളും വരുന്നുണ്ട്. ഇതിൽ ആശങ്കപ്പെടാൻ വേണ്ടി മാത്രം പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ചിലർക്ക് വലിയ അസഹിഷ്ണുതയാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും ആൾക്കൂട്ടം ഈ വ്യക്തി കേന്ദ്രീകൃതമായി വരുന്നതിൽ അത് പാർട്ടിക്ക് കിട്ടിയതാണോ എന്ന് ഇപ്പോൾ അവർക്ക് സംശയവും അതോ വ്യക്തിക്കാണോ എന്നുള്ളതിൽ. ഇത് കണ്ടിട്ട് പാർട്ടി അങ്ങ് നെഹളിക്കൊന്നും വേണ്ട. ഇത് വി എസിന് കിട്ടിയതാണ്. വി എസിൻ്റെ മനസ്സിൽ ഇത്രയും ആൾക്കൂട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് മുമ്പ് ഒരു നേതാക്കന്മാർ, എനിക്ക് തോന്നുന്നു ഇ.കെ. നായനാർക്ക് ഉണ്ടായിരുന്നു അതൊരിത്. ഉമ്മൻചാണ്ടി EMSനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ തമിഴ്നാട്ടിലുള്ള അതെ, EMSനേക്കാളൊക്കെ എത്രയോ 10 മടങ്ങാണ് ഇവിടെ വന്നതെന്നറിയാം. എന്നുവെച്ചാൽ അത് കാലം മാറി, പുതിയ കാലത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഉടനുടൻ അറിയുകയും ഒക്കെ ചെയ്യുന്ന മാധ്യമങ്ങളിലേക്കും ഒക്കെ വന്നപ്പോൾ ഇതിൻ്റെ ഒരു സ്വഭാവം വേറൊരു തരത്തിലായി മാറുകയും ചെയ്തു. ഈ മനുഷ്യൻ പോകുന്ന വഴികളിൽ എനിക്കും അവിടെ ഒരു പങ്കാളിയാകണം, എനിക്കും അവിടെ ഒരു സാന്നിധ്യം ഉറപ്പാക്കണം എന്ന് പറഞ്ഞ് വഴിയരികിലേക്ക് വരികയാണ്. ഞാനും ഈ ദുഃഖത്തിൽ പങ്കുചേർന്നു. സ്വന്തം വീട്ടിലുള്ള ഒരാൾ പോകുന്നത് പോലെ തന്നെയാണ് കേരളത്തിൻ്റെ കൊണ്ടുവരെയാണ് വരുന്നത് വി എസിനെ ഒരു നോക്ക് കാണാൻ. അതെ, അംഗവൈകല്യമുള്ളവര്, അപ്പം നിരവധി പേര് അസുഖബാധിതര്, ഒരു പക്ഷേ അവർക്കൊക്കെ വി എസ് എന്ന് പറയുന്ന ഒരു കാലത്ത് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അവരുടെ ഒരു അംഗമായിരിക്കാം, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം ഒരു ജനസാഗരം വി എസിൻ്റെ പുറകെ ഇപ്പോഴും പോകുന്നത്. അപ്പോഴും ഞാനൊന്ന് ചോദിക്കട്ടെ സാറേ, ഷാജഹാൻ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന ഒരു കാലത്ത് സന്തത സഹചാരിയായിരുന്ന അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പാർട്ടി പോലും ഒരിക്കൽ വി എസ് വിടാൻ തയ്യാറായിരുന്നു എന്നുള്ളത്. ഇത് ഇപ്പം ഇവിടെ കൂടിയ പലരും ചിലർ പറയുന്നുണ്ട് അവസാനം ഒന്ന് കാണാൻ വേണ്ടിയാണെന്ന്. എന്നുവെച്ചാൽ ഇത്രയും നാളായിട്ട് അവർ എല്ലാം കണ്ടത് ടെലിവിഷനിലൂടെയും മറ്റും മാത്രമായിരുന്നു. ആ പ്രസംഗം കേട്ടതുമൊക്കെ കണ്ടിട്ടില്ല. ആ ചേതനയറ്റ ശരീരമെങ്കിലും ഒന്ന് കാണുക എന്നുള്ളതാണ്. വി എസ് ഇളകി ആടിക്കൊണ്ടിരുന്നതൊക്കെ അവർ ടെലിവിഷനിൽ കൂടിയാണ് മാത്രം കണ്ടത്. വി എസിൻ്റെ ആംഗ്യ വിക്ഷേപങ്ങളോടുകൂടിയുള്ള പ്രസംഗം, ഇതൊക്കെയാണ് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വല്ലാതെ ആകർഷിച്ചത്. ഇതിനെ പാർട്ടി തോൽപ്പിച്ചപ്പോഴും നമുക്കറിയാം ഷാജഹാൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിനെ അനുഗമിക്കുകയും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ഒരു പാർട്ടി സമ്മേളനത്തിൽ ആ ഒരു സമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്താണ് വി എസിനെ മാറ്റണം, വി എസിനെ ഇനി സ്ഥാനാർത്ഥിയാക്കാൻ പറ്റില്ല എന്നൊരു നിലപാടിൽ നിന്നും പെട്ടെന്നാണ് ഒരു പിന്മാറ്റം ഉണ്ടായതും ദേശീയ തലത്തിൽ പോലും വി എസിനെ നിർത്താൻ ഉദ്ദേശിച്ചതും. ഒരു പക്ഷേ അന്ന് വി എസ് ഈ പാർട്ടി തന്നെ വിടാൻ തീരുമാനിച്ചിരുന്നില്ല. ഈ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ കേരളം വന്ന് വല്ലാത്തൊരു ഉദ്വേഗത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുകയാണ് കേട്ടോ. വി എസ് തിരുവനന്തപുരത്തേക്കുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിലൊപ്പമാണ് പിന്നെ മാധ്യമങ്ങൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇങ്ങ് പോന്നു എന്നുള്ളതാണ്. അപ്പോഴത്തേനും അവിടുത്തെ സമ്മേളനത്തിൻ്റെ ആ വ്യാപ്തി കുറഞ്ഞു, ഇതിലേക്കായി തീർന്നു എന്നുള്ളതാണ്. വി എസ് പിന്നെ പാർട്ടിയെ പലപ്പോഴും പ്രതിരോധത്തിൽ നിർത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു പുതിയ പാർട്ടി തന്നെ തുടങ്ങും എന്നുള്ള ഒരു നിലപാടിൽ തന്നെയായിരുന്നു മാധ്യമങ്ങൾ ഉൾപ്പെടെ. അത് അങ്ങനെ ആ തരത്തിൽ ആഘോഷിച്ചു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പോകത്തിലൊരിക്കലും. കാരണം ആ ഒരു രീതിയിൽ പാർട്ടിയെ പിളർത്തിക്കൊണ്ടിനിയും പിന്നെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി തന്നെ ഇല്ലാതാകും എന്നുള്ളതാണ്. വി എസ് തന്നെ അറിയാമായിരുന്നു ഈ പാർട്ടിക്ക് ഇങ്ങനെ അപജയം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ അപജയം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്, ഇത്തരത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് വി എസ് അന്നേ പടപൊരുതിയത്. വി എസിനറിയാം ഇത്തരത്തിൽ വരും, പിണറായിയുടെ കൈകളിലൂടെ പാർട്ടി ഇങ്ങനെയായിരിക്കും പോകുന്നത് എന്നറിയാമായിരുന്നു. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഇദ്ദേഹത്തിന് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രി ആയിരുന്ന
സമയത്തിൽ പോലും ചില കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വി എസിൻ്റെ യാത്രയിലുടനീളവും വിവാദങ്ങളാണ്. പലപ്പോഴും ബി എസിനെ പാർട്ടി എങ്ങനെ പിന്തള്ളി എന്നുള്ളതും ബി എസിന് അടിച്ചമർത്തപ്പെട്ടതുമായിട്ടുള്ള വിവാദങ്ങളാണ് മാധ്യമങ്ങൾ കൂടുതലും പുറത്തുവിടുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ് ഞാൻ ഇന്നലെ കേട്ടതാണ്, പലപ്പോഴും പാർട്ടി ഒരു പക്ഷേ പാർട്ടി അന്നത്തെ പിണറായി ഉൾപ്പെടെയുള്ളവർ നോക്കുന്ന ഫയലുകൾ ഇങ്ങനെ ഒരു ടിക്ക് എടുത്തിട്ട് വിട്ടുകൊടുക്കും, അതിനകത്തായിരുന്നു വി എസ് സൈൻ ചെയ്യുന്നത് എന്നുൾപ്പെടെയുള്ളതാണ് പല കൂടെ ഉള്ളവർ പറയുന്നത്. കാരണം അത്രയ്ക്ക് വി എസിനെ അടിച്ചമർത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വി എസ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വി എസിൻ്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. വി എസിൻ്റെ കൂടെ നിർത്തിയിരുന്നത് മുഴുവൻ പാർട്ടിയുടെ പിണറായിയുടെ ആൾക്കാർ തന്നെയായിരുന്നു ഇടവും ബലവും ഉണ്ടായിരുന്നത്. സാധാരണ ഇപ്പം ഇ കെ നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഇ കെ നായനാർ തന്നെ പറയും, അതൊക്കെ AK സെൻറ്ററിൽ നിന്ന് പറയും, അവിടുന്ന് പാർട്ടി തീർച്ചപ്പെടുത്തും ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതനുസരിച്ചാണ് പോകുന്നത്. CPM അങ്ങനെ ഇതുണ്ട്. പാർട്ടി സെക്രട്ടറി ചിലപ്പോൾ മുഖ്യമന്ത്രിയെക്കാളും മുകളിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അതല്ല, ഇപ്പം മുഖ്യമന്ത്രിയാണ് എല്ലാം കൈയാളുന്നത് എന്നുള്ളതാണ്. പിണറായിയുടെ കാൽ കീഴിലാണ് പാർട്ടി പോലും. പിണറായി പാർട്ടിയെ നയിച്ചു 10-15 കൊല്ലം. ഇപ്പം മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നിട്ടും 10 കൊല്ലം അടുക്കുകയാണ്. അപ്പം ഇപ്പോഴും ഈ 10 കൊല്ലവും പാർട്ടിയെ നയിച്ചു. അപ്പോൾ 25 വർഷമായി, 1/4 നൂറ്റാണ്ടാകുന്നു പാർട്ടിയെ മൊത്തത്തിൽ തൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്നിട്ട്. വി എസ് ഇതെല്ലാം മുൻകൂട്ടി കണ്ടെന്നേ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനിയിപ്പോൾ CPM-ന് സംഭവിക്കാൻ പോകുന്ന അപജയം എണ്ണി നമ്മൾ ഓരോന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വി എസ് മുമ്പേ കണ്ടിരുന്നതാണ്. വി എസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ മുമ്പ്, കേരളം ഒരു ഇസ്ലാമിക സംസ്ഥാനമായി അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ വേണ്ടി ഇവിടെ തീവ്രവാദ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. അതല്ലേ നമ്മൾ ഈ കഴിഞ്ഞ ഇടയിലൊക്കെ തന്നെ പലതും കാണുകയൊക്കെ ചെയ്തിട്ടുള്ളത്. തീവ്രവാദ സംഘങ്ങൾ, പോപ്പുലർ ഫ്രണ്ട് പോലുള്ളവനെയൊക്കെ നിരോധിക്കുകയൊക്കെ ചെയ്തില്ലേ. അപ്പോൾ ഇത് വി എസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. വി എസിൻ്റെ ചില കാര്യങ്ങളിൽ വലിയ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വി എസ് വലിയ പഠിപ്പോ പത്രാസോ എന്നുള്ള ആളല്ല. വി എസ് ജീവിതം പൊളിറ്റിക്സിൽ ഒരു സർവകലാശാലയാണ് വി എസ്. അതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ പരിസ്ഥിതിയായാലും ജനകീയ പ്രശ്നങ്ങൾ, മറ്റുള്ളത് സ്ത്രീകളുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഒക്കെ മുൻതൂക്കം കൊടുക്കുകയും അവരുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്തു. മൂന്നാറിൽ പെമ്പിളൈ ഒരുമൈ സമരം ഒറ്റ രാത്രി കൊണ്ട് സമരം അവസാനിപ്പിക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിക്ക്. അവിടെ മൂന്നാറിൽ പോയി അവരുടെ സമരത്തിനോടൊപ്പം പോയിരുന്നു. പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് മൂന്നാറിലെ കൊടും തണുപ്പാണ്. അവിടെ പോയി വി എസിൻ്റെ ആ പ്രായമുള്ള ഒരാൾ അവിടെ പോയി ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി എസ് പണ്ട് ശബരിമല പോയൊരു കഥയുണ്ട് കേട്ടോ. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് എല്ലാവരും പോകാറുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരും പോകുമ്പോൾ ഇതൊരു വലിയ വാർത്തയാകാറുണ്ട്. പിണറായി വിജയൻ പോയിട്ടുണ്ട്. പിന്നെ വി എസ് എൻ്റെ ആ മലകയറ്റം കേട്ടോ. അപ്പം ദേവസ്വം ബോർഡൊക്കെ വലിയ സന്നാഹങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കസേര, ഡോക്ടർമാരുടെ ഒരു സംഘം, കാർഡിയോളജി, ഇത് എല്ലാം ഉണ്ട്. വി എസിന് കൂടെ ഒരു സംഘവും പോകുന്നുണ്ട്. വി എസ് ഒരിടത്ത് പോലും ഇരുന്നില്ല. പമ്പയിൽ നിന്ന് ഏതാണ്ട് 4.5 കിലോമീറ്റർ വരെയുണ്ട് സന്നിധാനം വരെ, കുത്തനെയുള്ള കയറ്റം വരെയുണ്ട്. ഒരിടത്തും ഇരുന്നില്ല. കൂടെ ഉള്ളവർക്ക് ഇരിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ സാധാരണ പോകുമ്പോൾ ഒരു 7-8 ഇടത്തെങ്കിലും ഇരുന്നിരുന്നാണ് ഒരു 1.25 മണിക്കൂർ 2 മണിക്കൂർ എടുത്താണ് അങ്ങ് സന്നിധാനം വരെ എത്തുന്നത്. വി എസ് ഇരുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് വി എസ് അവിടെ എത്താറായപ്പോൾ അവിടെ ഈ ഒരിടത്ത് വെടിവഴിപാടുണ്ട്. അവിടെ ഇപ്പം നമ്മൾ ചെന്ന് ഒരു വഴിപാടിന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അനൗൺസ് ചെയ്യും, ഒരു ചെറിയ വെടി, ഒരു വലിയ വെടി എന്ന് പറഞ്ഞ പോലെ. വി എസ് അവിടെ എത്താറായപ്പോൾ അവിടെ വെടിവഴിപാട് സെൻറ്ററിൽ നിന്ന് ഒരാൾ അവിടെ ഇരുന്നുകൊണ്ട് മൈക്കിൽ കൂടെ വിളിച്ചു പറഞ്ഞ്, സ്വാമി സാറിന് അച്യുതാനന്ദൻ സ്വാമികൾക്ക് വേണ്ടി 2 ചെറിയ വെടി 2 വലിയ വെടി എന്ന്. അങ്ങനെ വി എസ് ഇത് കേട്ടിട്ട് ഉച്ചത്തിലങ്ങ് ചിരിച്ചു എന്നാണ് പറയുന്നത്. കൂടെ ഉള്ളവരും ചിരിക്കുകയും ചെയ്തു.